വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 1-ാം അധ്യായത്തിൽ യേശയ്യായ്ക്ക് യൂദാ രാജാക്കന്മാരായ ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂദയായെയും ജെറുസലേമിനെയും കുറിച്ചിട്ടായ ദർശനത്തെ വിവരിക്കുന്നു. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ, അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ കർത്താവിൽ നിന്നും തീർത്തും അകന്നുപോയി എന്ന് യേശയ്യാ കാണുന്നു. കർത്താവിന്റെ അപ്രീതി 11-15 തിരുവചനങ്ങളിൽ സംഗ്രഹിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിന്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. നിങ്ങൾ കരങ്ങളുയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. എന്നിട്ടും ഇവിടെ നാം കരുണയുള്ള കർത്താവിനെ കാണുന്നു. ദൈവം അവരെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യേശയ്യാ 1-ാം അധ്യായം 18-ാം തിരുവചനം. 2-ാം അധ്യായത്തിൽ യേശയ്യായ്ക്കുണ്ടായ ദർശനമനുസരിച്ച് ജെറുസലേം രക്ഷാകേന്ദ്രമാകുമെന്നും അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന സിയോൻ പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുമെന്നും എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകുമെന്നും കാണുന്നു. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യേശയ്യാ 2-ാം അധ്യായം 4-ാം തിരുവചനം. ദൈവത്തിൽ മാത്രമാണ് വിശ്വാസം അർപ്പിക്കേണ്ടതെന്നും ഒരു ശ്വാസം മാത്രമായ മനുഷ്യനിൽ ആശ്രയിക്കേണ്ട എന്നുകൂടി യേശയ്യാ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.